നമസ്കാരം. ജ്യോതിഷത്തിൽ വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹം തന്നെയാണ് ചൊവ്വ. ഒരു വ്യക്തിക്ക് ചൊവ്വ ശുഭസ്ഥാനത്തല്ല എങ്കിൽ, ജാതക പ്രകാരമല്ല എങ്കിൽ ആ വ്യക്തിക്ക് പല വിധത്തിലുള്ള ദോഷങ്ങളാണ് വന്നു ചേരുക. എന്നാൽ അനുകൂലമാണ് എങ്കിൽ അത് ആ വ്യക്തികളുടെ ജീവിതത്തിൽ നൽകുന്നതായ നേട്ടങ്ങൾ അനവധിയായി തീരുകയും ചെയ്യും. ഫെബ്രുവരി 24 ചൊവ്വ മിഥുനം രാശിയിൽ നേർരേഖയിൽ സഞ്ചരിക്കാൻ ആരംഭിക്കുന്നതാണ്. തന്മൂലം പല രീതിയിലുള്ള നേട്ടങ്ങൾ ഞാൻ ഈ പരാമർശിക്കുന്ന രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് വന്നു ചേരും. ശിവരാത്രിക്ക് മുൻപ് തന്നെ ധനയോഗവും സൗഭാഗ്യവും തേടിയെത്തും എന്നതാണ് വാസ്തവം. ഏതെല്ലാമാണ് ആ ഭാഗ്യരാശികൾ എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എവരും ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഈ പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാണ് മേടം രാശിയിൽ വരുന്നത്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ശിവരാത്രിക്ക് മുൻപ് തന്നെ ഇവരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. പ്രധാനമായും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നേട്ടങ്ങൾ വന്നു ചേരുക. അത് ജീവിതത്തിൽ വിദ്യയുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ക്ലേശിക്കുന്നതായ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കാരണം ഈ സമയത്ത് നിങ്ങൾ പ്രയത്നിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങളിൽ വിജയം നേടുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമാണ്. അതിനാൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഒരു പരിധി വരെയെങ്കിലും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതൽ തന്നെയാകുന്നു. ഒട്ടനവധിയാർന്ന ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ദിവസമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മാനസികപരമായ ചില വിഷമതകൾ ഉണ്ടായി എന്ന് വരാം. അതിൽ നിന്നും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ വഴികൾ തെളിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ധനപരമായ പ്രയാസങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാകാം നിങ്ങൾ. എന്നാൽ അത് തരണം ചെയ്യാൻ സഹായകരമായ കാര്യങ്ങൾ, പ്രധാനമായും നിങ്ങൾക്ക് വായ്പ അനുകൂലമാവുക, അല്ലെങ്കിൽ സഹായം ലഭിക്കുക, പ്രതീക്ഷിക്കാതെ ധനം ലഭിക്കുക, നേട്ടങ്ങൾ കൊയ്യുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ വളരെയധികം ശ്രമിക്കുന്നതായ കാര്യങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി തീരും. ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കുന്നതായ സമയമാണ്. അത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കും. തന്മൂലം നേട്ടങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ, ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുക തന്നെ ചെയ്യും. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനവധിയാർന്ന നേട്ടങ്ങൾക്ക് സാധ്യതകളുള്ള സമയമാകുന്നു. കാരണം ഈ സമയം സാമ്പത്തികപരമായ പുരോഗതി, സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയം. പുതിയ ജോലി ലഭിക്കാനുള്ള യോഗം പോലും നിങ്ങൾക്ക് വന്നു ചേരാം. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് കടന്നു വരിക. സ്ഥാനക്കയറ്റത്തിനുള്ള അനുകൂലമായ ഫലങ്ങൾ, അത്തരത്തിലൊരു യോഗമാണ് വന്നു ചേരുക. കഷ്ടപ്പാടുകൾ നിങ്ങളിൽ നിന്നും അകലുന്നതായ സാഹചര്യം. പല കാര്യങ്ങളിലും ദുരിതങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. പ്രത്യേകിച്ചും കാര്യ തടസ്സങ്ങൾ, വിജയ പ്രതീക്ഷയുള്ള കാര്യങ്ങളിൽ പോലും വിജയങ്ങൾ അകന്നു പോകുന്നതായ സാഹചര്യം. നിങ്ങളെക്കാൾ കഴിവില്ലാത്തതായ വ്യക്തികൾ മുകളിലേക്ക് കയറി പോകുന്നതായ സാഹചര്യം. ഇത്തരത്തിൽ അനവധിയാർന്ന പ്രശ്നങ്ങളുണ്ട്. അവഗണന, പരിഹാസം,
തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതും വാസ്തവമാണ്. അതിൽ ചില മാറ്റങ്ങൾക്കുള്ള സാധ്യത കൂടുതലാകുന്നു. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. ഈ സമയം നിങ്ങൾക്ക് ചില ആഗ്രഹിച്ചതായ കാര്യങ്ങൾ, പ്രധാനമായും നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു, എന്നാൽ പിന്നീട് നിങ്ങൾക്കത് സ്വന്തമാക്കുവാൻ സാധിക്കാതെ മുന്നോട്ട് പോയിരുന്നതായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അത് വാഹനമാകാം, അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടതായ മറ്റു കാര്യങ്ങളാകാം. അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ, അത് ജോലി സംബന്ധമായും അല്ലാതെയും യാത്രകൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. കർമ്മ മേഖലയിൽ കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കടന്നു വരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ധനപരമായും അല്ലാതെയും നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം. തൊഴിൽപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ, അത് താൽക്കാലികമായ ജോലിയാണ് എങ്കിലും താൽക്കാലിക ആവശ്യങ്ങൾ നടന്നു പോകും വിധം ജോലി ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റു ജോലി ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. അതിനാൽ ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യമാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിലായിരിക്കും ചൊവ്വ സ്ഥിതി ചെയ്യുക. അതിനാൽ നേട്ടങ്ങൾ അനവധിയായിരിക്കും എന്ന കാര്യം ഓർക്കുക. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളിൽ വർദ്ധിക്കാം. കടബാധ്യതകളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും, ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട അനവധിയാർന്ന നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം പ്രധാനമായും ജീവിതത്തിൽ അനുഭവിച്ചു പോന്നിരുന്ന പല ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കാര്യ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കുക, ഭാഗ്യം തുണയ്ക്കുക, പ്രണയ സാഫല്യം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതായ സമയമാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാം. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക പരാധീനതകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ആഗ്രഹിച്ചതായ അനവധി നേട്ടങ്ങൾ, കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ ലാഭം നിങ്ങൾക്ക് വന്നു ചേരാം. സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. മാനസികപരമായ വിഷമങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യം. സന്തോഷം വർദ്ധിപ്പിക്കുക, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, ശുഭവാർത്തകൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഭാഗ്യം പിന്തുണയ്ക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത നിങ്ങൾക്ക് വർദ്ധിക്കും. കാര്യങ്ങൾ അനുകൂലമാകുന്ന സമയമാകുന്നു. കാര്യവിജയങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുന്നതിനോടൊപ്പം അത് സാമ്പത്തികപരമായ ലാഭങ്ങൾക്കോ മറ്റ് നേട്ടങ്ങൾക്കോ കാരണമായി തീരാം. വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ഈ സമയം സ്വന്തമാക്കുവാൻ പോലും സാധിക്കുന്നതായ സമയമാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് വന്നു ചേരുക. പൊതുഫലപ്രകാരം നോക്കുമ്പോൾ വിദ്യയിൽ ശോഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഉയർന്ന ശമ്പളത്തിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക പരാധീനതകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്യ വിജയം, ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക. സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ,
ധനം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരുക. കർമ്മ മേഖല നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. പൊതുവിൽ ഈ സമയം ഭാഗ്യം തുണയ്ക്കുകയും അത് ധനപരമായ നേട്ടങ്ങളിലേക്കും മറ്റു നേട്ടങ്ങൾക്കും സാധ്യത അല്പം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്.